Guys, welcome back to my another vlog. ഇന്ന് ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഫുൾ എഡിറ്റിങ് ചെയ്ത് ഫുള്ള് ഷോർട്സ് ഇഷ്ടപോലെ നേരത്തെ ഇടുന്ന പരിപാടി കേട്ടോ. ഇപ്പോൾ അമ്മ വന്നപ്പോൾ ഉണ്ടല്ലോ, അമ്മ വന്നപ്പോൾ കിങ്ങിനി പണിയെടുക്കാൻ തുടങ്ങിയിരിക്കണേ. ഇത്രയും പണിയൊന്നും എടുക്കാത്ത കിങ്ങിനി അമ്മ വന്നപ്പോൾ അമ്മേനെ പെട്ടെന്ന് കണ്ടപ്പോൾ പണിയെടുക്കാൻ തുടങ്ങിയിരിക്കണം. ആകെ മാത്രം അടിച്ചേരിയിട്ട് ഇതാ പോണ്. അതാ അടിച്ചേരിയ സ്ഥലത്ത് പിന്നെയും അടിച്ചായിരുന്നു. കിണി മുറ്റൊക്കെ ഒന്ന് വന്ന് അടിച്ചായിരുന്നു കിണിയെ. ഇത് കോഴിയൊക്കെ ഇവിടെ അലമ്പാക്കിയിട്ടാണ്. കിണി വാടി കാര്യം അറിയോ? എടാ നിനക്ക് എറിയില്ലേ ഒരു കാര്യം അറിയോ? എന്താ അറിയില്ലല്ലോ. പാൻ്റ് ഒക്കെ മൊഞ്ചാണ് മോനെ. പാൻ്റ് ഹൈലൈറ്റ്. ഓയ്സ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നടക്കുമ്പോൾ എന്ത് രസം വെച്ചാൽ എന്ത് രസം അറിയോ. നല്ല ഫ്രഷ്നെസ്, നല്ല ഫീലാവുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് നല്ല തണുപ്പ് നല്ല തണുപ്പ് ഫീലാവുന്നുണ്ട്. അതുപോലെ നല്ല ചൂടും ഫീലാവുന്നുണ്ട്. ഒരുപടി ഫീലാകുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമുണ്ടെങ്കിൽ നടക്കാൻ. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടി വി കണ്ടിക്കൂട്ടോ. ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ നടക്കാറുണ്ട്. വൈദ്യുതി നടന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ കുറച്ച് ഇരട്ടായിട്ട് വീട്ടിൽ പോകും. പാവം പട്ടി അതൊക്കെ എങ്ങനെയപ്പോൾ എങ്ങനെ ഉണ്ടായ പട്ടിയായിരിക്കില്ലേ ചെറുപ്പത്തൊക്കെ അല്ലേ? ചെറുപ്പത്ത് ഉണ്ടോണ്ട പട്ടിയായിരിക്കില്ല അതൊക്കെ. എന്താ ശരി ചെറുപ്പത്തപ്പം നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കൂലേ? ഇല്ലേ നമ്മളൊക്കെ എങ്ങനെയായിരിക്കൂലേ? കാലൊക്കെ ഓർക്ക വരും. നമ്മൾ ഇതിൽ കൂടെ ഓടി കളിച്ച് ഓർമ്മയുണ്ടോ? ഞാൻ ഇതിൽ നടന്നു തന്നിട്ട് വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ അമ്മ മീൻ പൊരിക്കുന്നുണ്ട്. ഏത് ഉണക്കില പൊരിക്കുന്നുണ്ട് കേട്ടോ. അതെ കിടിലം മത്തിയല്ല അത്, കിടിലം മത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ഇതെന്താ വഴുതനങ്ങ അച്ചുപോയി. ഇതെന്താ വഴുതനങ്ങ ക്യാപ്സിക്കത്തിൻ്റെ ഉപ്പേരി. പിന്നെ മീൻ പൊരിക്കുന്നുണ്ട്. പിന്നെ കറി എന്താ? താളുകറി. ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ കാല് മുറിയുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ടൈൽസ് പൊട്ടി കിടക്കാണ് കണ്ടോ. ഈ ടൈൽസിലൊക്കെ മുറിഞ്ഞ ഓരോ ടൈലിന്റെ കാലൊക്കെ മുറിഞ്ഞിരിക്കണം. ഇവിടെ കുറച്ച് സിമെന്റ് ഇല്ലേ, ആ റൂമിലുണ്ട് സിമെന്റ്. അത് മണലിൽ കൂടി ചേച്ചിട്ട് കൊടുത്താൽ അവിടെ ഇവിടെയൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ കണ്ടോ. ക്ലിയർ മുട്ടിന്റെ ഭാഗത്താണ് ആ പൊട്ടിയാവാൻ വീട്ടിൽ. എത്ര വട്ടം മുറിഞ്ഞിക്കണേ അറിയാതെ. എനിക്ക് നല്ല വിശക്കുണ്ട്. ഞാൻ തിന്നട്ടെ. എന്താണ് വെക്കണ്ടേ? അച്ഛന് വെക്കാനൊക്കെ അറിയാം സീരിയല്. അച്ഛന് സീരിയൽ വെക്കാൻ അറിയാം. വൈഫൈ ബോക്സ് കൊണ്ടുവന്നിട്ട് പിന്നെ സെറ്റ് ബോക്സ് കൊണ്ടുവന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സീരിയൽ വെക്കാൻ അറിയില്ല. ഫസ്റ്റ് ഇങ്ങനെ ആട് വരും കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ ആട് വരുമ്പോ ഇത് പിടിച്ച് വെക്കുക. മതി ഓക്കെ പിടിച്ച് വെക്കുക. എന്താ നോക്ക് ഓക്കെ പിടിച്ച് വെക്കുക. അങ്ങോട്ട് പോയിക്കോ. എന്നിട്ട് ലൈവ് ടി വി വേണം. താളിന്റെ കറി വെച്ചിട്ടുണ്ട്. താള് വെച്ചാല് മറ്റേ ചേമ്പില്ലേ, കഴിക്കാൻ പറ്റുന്ന ചേമ്പ്. ചേമ്പിൻ്റെ തണ്ട് ഇങ്ങനെ മുറിച്ചാക്കിയിട്ട് അതാണ് കറി വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ മീൻ ഫ്രൈ ചെയ്യില്ല, മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ജിമേ ഇതേപോലത്തെ കുരു കൂടിയും കൊണ്ട് ഞാൻ അന്ന് ഇന്നലെ ഞാനായിട്ട് നെക്കി നോക്കി കേട്ടോ. കുരു കൂടിയും കൊണ്ട് എന്താ അറിയില്ല. കുരു ഇപ്പോൾ പോകാനിപ്പോൾ എന്താ ചെയ്യാൻ അറിയില്ല. അമ്മ സീരിയലാണ്ടോണ്ടിരിക്കുന്നുണ്ട്. കീഴ് കുളിക്കാൻ പോയിട്ടുണ്ട്. ഈ ഇപ്പോൾ കുളിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഞാൻ എങ്ങനെയും രണ്ടടി അടിച്ചിട്ട് അവളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടടി അടിച്ച് അവള് വേദനയ്ക്കുള്ള ഭാഗത്ത് അങ്ങനെ ടൈപ്പ് അടിക്കുമൊന്നുമില്ല. വേറെ തമാശയ്ക്ക് ഇങ്ങനെ തട്ടി കളിക്കുള്ളൂ. അങ്ങനെ അവളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവള് കുളിക്കുന്നുണ്ട്. അവള് വരട്ടെ. അവള് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവളെ ദേഷ്യം പിടിപ്പിക്കാം. ആദ്യം ഇവൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. പണ്ട് ചെറുപ്പത്ത് എൻ്റെ കളിപ്പോട്ടൊക്കെ ഇങ്ങനെ കട്ടുണ്ടോ വീട്ടിൽ കട്ടുണ്ടോ. എൻ്റെ ചെറിയൊരു ജീപ്പും കാറൊക്കെ കട്ടുണ്ടോ ഇവൻ്റെ വീട്ടിൽ കൊണ്ടോ. മേലെ ഇവൻ്റെ അമ്മൂമ്മൻ്റെ വീട്. അപ്പോൾ ഇവൻ വിരുന്ന് വരുമ്പോൾ എൻ്റെ ജീപ്പും കാറും എല്ലാം കട്ടുണ്ടോ കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ നോക്കിയാൽ ജീപ്പും കാറും ഒന്നും കാണൂല. എന്നിട്ട് ഞാൻ ദേഷ്യം പിടിച്ച് അവൻ്റെ വീട്ടിൽ പോകുന്നുണ്ടോ ആ ജീപ്പും കാറും കൊണ്ട് മണ്ണിന് മേലേക്കോടൊക്കെ ഓഫ് റോഡ് കളിക്കണം. ചെറിയ ജീപ്പ് അതുകൊണ്ട് ഓഫ് റോഡ് കളിക്കണം. ചൂട് എടുത്ത് ചെയ്യാം. നമുക്ക് കുറച്ച് ഫാൻ ഇട്ടോ. ചാർജ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫാൻ ഇട്ടോ. ഫാൻ ഹാളിക്ക് വെക്കണം. അത് ഇവിടെ നിന്ന് വെച്ചാൽ മതിയോ? ഫാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചൂടറി, ഇമ്മാതിരി ചൂടറി, അത്രയ്ക്ക് ചൂട്. അമ്മയെ പൊള്ളുന്നു അഞ്ചാതി
അജാതി ചൂടറിഞ്ഞ് എന്ത് ചൂടറിയോ. ഇനി ഞാൻ ശ്രദ്ധിക്കുക, ക്യാമറേൻ്റെ ആംഗിൾ ശ്രദ്ധിക്കുള്ളൂ കേട്ടോ. ക്യാമറേൻ്റെ ആംഗിൾ ശ്രദ്ധിക്കാണ്ട് ബാക്കിയെല്ലാം എനിക്ക് എയിം ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറേൻ്റെ ആംഗിൾ ഇറക്കി തെറ്റി പോകുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് പറ്റുന്ന തെറ്റ് കിട്ടും. നേരത്തെ അവിടെ ചായ കുടിച്ച് പകുതിയാക്കി വെച്ചിരുന്നു. അത് പോയി നോക്കിയോ, അവിടെ തണുത്ത് എന്തോന്നും അറിയില്ല. ഫാനിപ്പോൾ പോയേനെ. ആ ചായ അധികം തണുപ്പില്ല, ചെറുതായിട്ട് തണുത്തുണ്ട്. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചത്. കിങ്ങിണി കുടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പണി നടക്കുന്നത് കേട്ടോ. കിങ്ങിണീനെ അങ്ങോട്ട് ബേജാറാക്കുക. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. അത് മാത്രമല്ല ഭയങ്കര ചൂട്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അത്രയ്ക്കും ചൂട്. എന്ത് ചൂടറിയാം. ഇപ്പോൾ ഞങ്ങളിവിടെ 3 ആൾക്കാരുണ്ട്. ചെറിയ ബെഡാണ്, 3 ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ നിലത്ത് കിടക്കും, പായല്ല. അപ്പോൾ നിലത്ത് അടിക്കണ നിലത്ത് പിടിച്ചിട്ട് നിലത്ത് കിടക്കാത്ത പ്ലെയിനിലാണ് കേട്ടോ. അപ്പോൾ അല്ലേ ഫാൻ ഞാൻ തയ്ക്കുക കൂട്ടോ. ഫാൻ ഞാൻ തയ്ക്കുക കേട്ടെന്നാ. ഒരു ബെഡ്ഷീറ്റ് ഇട്ടാണെങ്കിൽ അവിടെ വിരിച്ചിട്ടുണ്ട്. ഒരു ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിലേ അവിടെ വിരിച്ചിട്ട് നമുക്ക് കിടക്കാം. ആ ബെഡ്ഷീറ്റിൽ കിടക്കാം. പായൊന്നും വിരിക്കുന്നില്ല. വേറെ ബെഡ്ഷീറ്റ് മാത്രം നിലത്ത് വിരിച്ചിട്ട് ഫാനൊക്കെ അതിൻ്റെ മേലെ വെച്ചിട്ട്, അതിൻ്റെ മേലെ വെച്ചാൽ എനിക്ക് കൊള്ളാൻ പാകത്തിന് വെച്ചിട്ട് നമുക്ക് അതിൽ കിടക്കാം. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ചെറിയ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ചെറിയ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി കിടക്കാം. ഒരു തലകാണ ഉണ്ണി, ആ തലകാണ ചെറുത്, ആ ചെറിയ തലകാണ. ഫാൻ ഞാൻ അടുത്ത് തയ്ക്കാൻ കേട്ടെ. ഇവിടെ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തലകാണതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കാറ്റ് എനിക്ക് മാത്രമേ കിട്ടൂ കേട്ടോ. ആ ഉണ്ണിയൊക്കെ വേർത്ത് ഒഴിച്ച് പൊതുപ്പൊന്നും നനയ്ക്കില്ല കേട്ടോ. ലാലക്കേണ്ടി വരും. ടോക്ക പറഞ്ഞോളൂ എന്ത് പട്ടത് ചൂട് തന്നെ അമ്മാതിരി ചൂട്. ഞാൻ ഇപ്പോൾ ഒച്ചനാക്കില്ല. ഇപ്പോൾ നമ്മളെ ഈവനിങ് റൂട്ടീനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.